കെ സുരേന്ദ്രൻ ഒരു ഊഴം കൂടി നൽകുന്നില്ലെങ്കിൽ എം ടി രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവർക്കായിരുന്നു സാധ്യത കൂടുതൽ. അപ്പോൾ അവരുമായിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഏത് പേരുകൾക്കാണ് ഒരു മുൻതൂക്കം എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര നേതൃത്വം ഒരു സൂചന നൽകിയിരുന്നില്ല. ഏതെങ്കിലും തരത്തിലൊരു സാധ്യതയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ല. ഇതിപ്പോൾ കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി വൺ ഡോൺ മീറ്റിംഗ് നടത്തുന്ന കാര്യം എസ് ശ്രീകാന്ത് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് തീരുമാനമുണ്ടായിരുന്നു. എസ് വിജയകുമാർ തുടരുന്നൊരു ശബ്ദപ്രശ്നം പരിഹരിച്ചു എന്നാണ് തോന്നുന്നത്. വിജയകുമാർ, ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നതിലൂടെ BJP ഒരു തലമുറ മാറ്റം, ഒരു മുഖം മാറ്റം, ഒരു ഫേസ് ഷിഫ്റ്റ് ലക്ഷ്യം വെക്കുകയാണോ? ഹാഷ്മി, രാജീവ് ചന്ദ്രശേഖറിനെ അല്ലാതെ മറ്റൊരു നേതാവിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഈ ഘട്ടത്തിൽ BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ നിയോഗിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകില്ല. കാരണം പി കെ കൃഷ്ണദാസ് പക്ഷവും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഔദ്യോഗിക പക്ഷവും തമ്മിൽ അതിശക്തമായ ചേരിപ്പോരുണ്ട്. താഴെത്തട്ടിൽ അത് പ്രകടമാണ്, നേതാക്കൾക്കിടയിൽ അത് പ്രകടമാണ്. പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ അത് ഒരു തരത്തിൽ കണ്ടതാണ് നമ്മളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എം ടി രമേശിനെ, ശോഭാ സുരേന്ദ്രനെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാലും ഇതിനപ്പുറത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല. മുഴുവൻ നേതാക്കൾക്കും ആ മട്ടിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഒരു പുതിയ നേതാവിന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു നാളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വിജയപ്രതീക്ഷ ഉണ്ടാവുകയും ശശി തരൂർ എന്ന പ്രധാനപ്പെട്ട നേതാവുമായി കടുകട്ടി പോരാട്ടം നടത്തുകയും ശശി തരൂർ കഷ്ടിച്ച് കടന്നുകൂടിയെന്ന് പറഞ്ഞാൽ അതിൽ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ശരി. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സമുദായങ്ങളുമായി, ഇപ്പോൾ ഹിന്ദു ഹൈന്ദവ സമുദായങ്ങൾ, SNDP, NSS തുടങ്ങിയ സമുദായങ്ങളുമായി രാജീവ് ചന്ദ്രശേഖറിന് വലിയ അടുപ്പമുണ്ട്. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി തുറന്ന ചർച്ചയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തയ്യാറായിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാ സഭാ നേതൃത്വവും അദ്ദേഹവുമായി സഹകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ലത്തീൻ സഭ മാത്രമാണ് അക്കാര്യത്തിൽ, അതിലൊരു വിഭാഗം മാത്രമാണ് അതിൽ UDF-നൊപ്പം ചേരുകയും രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ ലത്തീൻ മേഖലകളിൽ പോലും ശശി തരൂരിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് നേടാൻ കഴിഞ്ഞില്ല. ആ വോട്ടിൽ കുറെ BJP പക്ഷത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ BJP അതിന്റെ ചുമതല സെൻട്രൽ ലീഡർഷിപ്പ് ഏൽപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. 2-3 ഘടകങ്ങളാണ്. ഒന്ന്, ഈ സമുദായങ്ങളുമായും ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ഹാർഡ്കോർ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരു ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പറഞ്ഞില്ല. ഡെവലപ്മെന്റ് ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എക്കാലത്തും തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഊന്നിയത്. ഒരു വിവാദ വിഷയങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു കോർ ഐഡിയോളജിക്കൽ ഇഷ്യൂവിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം നമ്മൾ ദേശീയ തലത്തിലോ കേരളത്തിലോ കേട്ടിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് BJP കടന്നു കയറാൻ ശ്രമിക്കുന്നത്. വിജയകുമാരി, കളമശ്ശേരി സ്ഫോടനത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ചില ട്വീറ്റുകൾ, കേരളത്തെ പറ്റി ട്വീറ്റുകൾ വിവാദമാവുകയും അദ്ദേഹം പിൻവലിക്കാതിരിക്കുന്നതിൽ ചർച്ച ചെയ്തതാണ്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം അത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പറയുന്നതിൽ മെയിൻ അതല്ല, വികസനമാണെന്ന് തോന്നുന്നു. വിജയകുമാർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് കേരളത്തിൽ BJP കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ട് ബാങ്കാണ്. അവരെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കം എക്കാലത്തും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കളമശ്ശേരിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പരാമർശം ആ കോൺടെക്സ്റ്റിലായിരുന്നു. അത് BJPയുടെ ഒരു കോർ ഐഡിയോളജിക്കൽ ഇഷ്യൂവിലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പുതിയ വോട്ടുകൾ, ഇപ്പോൾ ഹിന്ദു വോട്ടുകളിൽ BJPയിലേക്ക് നല്ല ഷിഫ്റ്റ് പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മധ്യ കേരളത്തിലുള്ള കത്തോലിക്ക മേഖലയിലെ വോട്ടാണ്. അതിൽ ഒരു വിഭാഗം BJPയുമായി അടുക്കുന്നുണ്ട്. അവരെ ഒപ്പം നിർത്തുക എന്നതായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ BJP തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ സമുദായ ലീഡർഷിപ്പുമായി, നേതൃത്വവുമൊക്കെയായി വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ അത് കണ്ട നടത്തണം സൗഹൃദ ചർച്ചകളും അത് ഒരു പരിധിവരെ തിരുവനന്തപുരത്ത് അത് റിഫ്ലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJPയുടെ ഹിന്ദുത്വ കോർ ഐഡിയോളജിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വോട്ടുകൾ കൂടി സമാഹരിക്കാൻ, ഒപ്പം നിർത്താൻ പറ്റുന്ന സമുദായ ശക്തികളെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അത്തരം ഒരു ലീഡർഷിപ്പ് എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ BJP കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും സ്ലോഗൻ എന്നത് ഡെവലപ്മെന്റ് ആയിരുന്നു, തിരുവനന്തപുരത്തിന്റെ വികസനമായിരുന്നു. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് BJPയിലെ ഈ ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെടുന്നത്. പുതിയ തലമുറ രാഷ്ട്രീയക്കാര്, ന്യൂ ജനറേഷൻ പൊളിറ്റീഷ്യൻസിന്റെ ആ മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ AI ദൗത്യങ്ങൾ, ഇപ്പോൾ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട AI ദൗത്യങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട അഡ്വൈസർ എന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹി അദ്ദേഹം കേന്ദ്രീകരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിലും അത്തരം സമ്മേളനങ്ങളും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകുന്ന സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ആ നിലയിൽ ഈ സാങ്കേതിക വിദ്യയുമായൊക്കെ ബന്ധപ്പെട്ട് ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു സൊസൈറ്റിയെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കൂടിയാണ്. ആ നിലയിൽ സാങ്കേതിക മേഖലയിലൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ നമ്മൾ ടെക്നോ പാർക്കിലൊക്കെ സാധാരണഗതിയിൽ വോട്ട് ചെയ്യാൻ ആളുകൾ പോകാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിൽ നിന്നൊക്കെ വോട്ട് BJPയിലേക്ക് എത്തി എന്നതാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അത്തരത്തിൽ ആ നിലയ്ക്കൊക്കെയുള്ള പുതിയ തലമുറ വോട്ടേഴ്സിനെ അത്തരം രാഷ്ട്രീയക്കാരെയൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നേതാവ് എന്ന നിലയിൽ കൂടിയായിരിക്കാം രാജീവ് ചന്ദ്രശേഖരനെ BJP അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടനാപരമായി BJPയെ സംബന്ധിച്ച് കേരളത്തിലുള്ള ദൗർബല്യങ്ങൾ, അത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോ MD രമേശോ ആ പദവിയിലേക്ക് വരികയാണെങ്കിൽ ആ ദൗർബല്യം പരിഹരിക്കപ്പെടില്ല. അതൊരു പക്ഷേ ഇതേ നിലയിൽ തുടരുകയോ ഇതിലും വഷളാവുകയോ ചെയ്യും. ആ ഘട്ടത്തിലാണ് ഇന്നപ്പുറത്തേക്ക് ഇത്തരം വിഭാഗീയതയ്ക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരാളിനെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിലെ ലക്ഷ്യങ്ങൾ കൂടി അതിനുണ്ട്. ഒരുപക്ഷെ വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ നിയോഗിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകാനായിരിക്കും രാജീവ് ചന്ദ്രശേഖരും ശ്രമിക്കുക. എന്തായാലും അത് ആ നിലയിൽ ഒരു ശ്രദ്ധേയമായ നീക്കം എന്ന്